അങ്ങനെ സിദ്ധാർത്ഥ ശിവയുടെ സഖാവായി നിവിൻ തിയേറ്ററുകളിലെത്തി. കമ്മ്യൂണിസത്തിന് ഏറെ വളക്കൂറുള്ള കേരളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസം കേന്ദ്രമാക്കി ഈ വർഷം എത്തിയ രണ്ടാമത്തെ സിനിമയാണ് സഖാവ്. സിദ്ധാർത്ഥ ശിവ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ കൃഷ്ണകുമാർ എന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായും കൃഷ്ണൻ എന്ന തോട്ടം തൊഴിലാളിയുടെ കഥയുമാണ് പറയുന്നത്. ഈ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി ഉപയോഗിക്കുന്ന ന്യൂജൻ സഖാക്കൾക്ക് ഒരു പുനർചിന്തനത്തിന് വഴിയൊരുക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. ഹാസ്യരംഗങ്ങൾ നിറഞ്ഞതാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ്. പാർട്ടി സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് സഖാവിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ്. പഞ്ച് ഡയലോഗൊക്കെ കുറച്ച് കുറവാണെങ്കിലും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ചില ഡയലോഗ്സിനൊക്കെ വല്ലാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സും അതിനു പിന്നാലെ എത്തിയ ആന്റി ക്ലൈമാക്സും മികച്ചു നിന്നിരുന്നു. ഈ ചിത്രത്തിന്റെ മ്യൂസിക് പല ഘട്ടങ്ങളിലും സിനിമയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്വതയെത്തിയ കഥാപാത്രമായും യുവ നേതാവായും എത്തിയ നിവിന്റെ അഭിനയം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. രണ്ട് ഗെറ്റപ്പിലും നന്നായിട്ട് തന്നെയാണ് നിവിൻ അഭിനയിച്ചിരിക്കുന്നത്. ഐശ്വര്യ, അപർണ, ഗായത്രി, അൽതാഫ് തുടങ്ങിയവരുടെ അഭിനയവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രശാന്ത് പിള്ളയാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ചിത്രത്തിനെ വേറൊരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാൻ ഈ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജോർജ് സി വില്യംസ് ആണ് സിനിമാറ്റോഗ്രാഫി. സിദ്ധാർത്ഥ ശിവ എന്ന സംവിധായകന്റെ മറ്റൊരു മികച്ച സൃഷ്ടി തന്നെയാണ് ഈ സഖാവും.